കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. സംഘശക്തിയും ഐക്യവും വിളിച്ചോതിയും സഭാ തനയർക്ക് ആവേശം സമ്മാനിച്ചും സീറോ മലബാർ സഭ അസംബ്ലിക്ക് ഉജ്ജ്വല സമാപനം. 5 ദശലക്ഷം അംഗങ്ങളുള്ള സഭയുടെ പ്രതിനിധികളായി 348 പേർ പങ്കെടുത്ത അസംബ്ലി ചിന്തയിലും പഠനത്തിലും ചർച്ചയിലും ദൈവാരാധനയിലും സമ്പന്നമായിരുന്നു. സീറോ മലബാർ സഭയുടെ കരുത്തും മഹത്വവും അംഗങ്ങൾ തിരിച്ചറിയണമെന്നും കൂടുതൽ മേഖലയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസിലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. പാല സമ്മാനിച്ച ഹൃദ്യമായ ആതിഥേയത്വത്തിനും അസംബ്ലിയുടെ സുഗമമായ നടത്തിപ്പിനും പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനും സഹപ്രവർത്തകർക്കും സമ്മേളനം നന്ദി രേഖപ്പെടുത്തി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഫലപ്രദവും സത്വരപരവുമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകണമെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തിന്റെ പേരിൽ കർഷകരെ പീഡിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വയനാട് ദുരന്തമുണ്ടാകാനിടയായത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതുകൊണ്ടാണെന്ന വാദം പരിഹാസ്യമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത നടത്തിയ കർഷക പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രൂപത ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ തോമസ് പനകുഴിയിൽ, ജോയ് കണിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോൺസൺ വീതിയാങ്കൽ, ഫയസ് കവളമാക്കൽ, ജോൺസൺ ചെറുവള്ളി, ഫാദർ മൈക്കിൾ നടുവിലേക്കുറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് മുണ്ടൂർ യുവക്ഷേത്ര കോളേജിനോട് ചേർന്ന് മദ്യശാല അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ്, KCYM ജനകീയ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി ബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. രൂപത ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞൽമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. യുവക്ഷേത്ര കോളേജ് ഡയറക്ടർ ഫാദർ മാത്യു വാഴയിൽ, ഫാദർ ലാലു ഓലിക്കൽ, AKCC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, ഗ്ലോബൽ സെക്രട്ടറി ഡെന്നി തെങ്ങുംപള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. മണ്ണാർക്കാട് വിശുദ്ധ മർത്താ മറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയും സബ് കളക്ടറെയും ചുമതലപ്പെടുത്തി. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും ഗ്രാമപഞ്ചായത്തിനും നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വാശ്രയ സംഘ പ്രതിനിധി സംഗമവും നേതൃത്വ പരിശീലനവും സംഘടിപ്പിച്ചു. സ്വാശ്രയത്വം എന്ന പേരിൽ തള്ളകം ചൈതന്യയിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, KSS കോർഡിനേറ്റർ ആനി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വല്ലാർപാടം പള്ളിയുടെയും പരിശുദ്ധ മാതാവിന്റെ തിരുച്ചിത്ര സ്ഥാപനത്തിന്റെയും മഹാജൂബിലിയോടനുബന്ധിച്ചുള്ള വല്ലാർപാടത്തമ്മയുടെ തിരുസ്വരൂപ പ്രയാണത്തിന്റെ 2ാം ഘട്ടം നടന്നു. വല്ലാർപാടം ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച പ്രയാണം റക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. സെന്റ് മേരീസ് പള്ളി മുട്ടിനകം, സെന്റ് ഫിലോമിന ചർച്ച് കൂനമാവ്, അമലോത്ഭ മാതാ ചർച്ച്, മഞ്ഞുമേൽ സെന്റ് ആന്റണീസ് ചർച്ച്, ഏലൂർ സെന്റ് ആൻസ് ചർച്ച്, തോട്ടക്കാട്ടുകര വ്യാകുലമാതാ പള്ളി, മാഞ്ഞാലി സെന്റ് അംബ്രോസ് പള്ളി, എടവനക്കാട് തിരുഹൃദയ ദേവാലയം, മാനാട്ടുപറമ്പ് നിത്യസഹായമാതാ പള്ളി, വളപ്പ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ തിരുസ്വരൂപ പ്രയാണം വൈകിട്ട് 8-ന് വല്ലാർപാടം ബസിലിക്കയിൽ സമാപിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് KCYM നിലമ്പൂർ മേഖല മൗനജാഥ നടത്തി. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ റാലി നിലമ്പൂർ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വടപ്പുറം ന്യൂ ലൈഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഏഞ്ചലിൻ മുഖ്യാതിഥിയായിരുന്നു. സ്ഥാപന സിൻഡിക്കേറ്റ് അംഗം ജസ്റ്റിൻ ലൂക്കോസ്,
മുഖ്യ സന്ദേശം നൽകി. KCYM നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് അമിത പുത്തൻപുരയ്ക്കൽ പ്രസംഗിച്ചു. റാലിക്ക് KCYM ഭാരവാഹികളായ നിഖിൽ അന്തിക്കാട്ട്, റോബിൻ തെക്കിലാക്കാട്ടിൽ, സാനിയ പുളിത്തടത്തിൽ, ഫാദർ അനീഷ് പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. 2.5 വർഷം മുൻപ് പ്രത്യേക നിയോഗം സമർപ്പിച്ച് ആരംഭിച്ച ബൈബിൾ പകർത്തിയെഴുത്ത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രവിത്താനം ഇടവകയിലെ നിഷ ജീതു ഞാറക്കാട്. വചനം ഈശോയാണെന്നും വചനത്തെ സ്നേഹിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് നിഷ ഈ ഉദ്യമം ആരംഭിച്ചത്. ഈശോയ്ക്ക് വേണ്ടി ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും ദൈവസന്നിധിയിൽ അതിന് വിലയുണ്ടാകുമെന്ന ബോധ്യം എന്റെ ജീവിതത്തെ നയിച്ചിരുന്നുവെന്ന് നിഷ പറഞ്ഞു. കർഷകരുടെയും കാർഷിക മേഖലയുടെയും ഉന്നമനത്തിന് ഇടപെടൽ നടത്തുന്ന പ്രമുഖ കർഷക സംഘടനയായ ഇൻഫാം മുതിർന്ന കർഷകരെ ആദരിക്കുന്നു. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന മുതിർന്ന കർഷകരെ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നേരത്തെ പൊടിമറ്റത്ത് ഇൻഫാം വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ചടങ്ങിലെത്താൻ കഴിയാതെ ഭവനത്തിൽ വിശ്രമിച്ചിരുന്ന മുതിർന്ന കർഷകരെ ഇവരുടെ ഭവനങ്ങളിലെത്തി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിലിന്റെയും കാർഷിക ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ആദരിക്കുകയായിരുന്നു. കൊൽക്കത്തയിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്കും കുടുംബാംഗങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കൊലയാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും പിലാത്തറയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ണൂർ രൂപത വനിതാ കമ്മീഷൻ, KCYM എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗതികെട്ട സ്ത്രീത്വം നാടിന്റെ ദുഃഖം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ പിലാത്തറ ഫൊറോന വികാരി ഫാദർ ബെന്നി മണപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. KCYM രൂപത പ്രസിഡന്റ് ഫെബിന ഫെലിക്സ്, ഫാദർ ഷോബി, ഫാദർ ലോറൻസ് പനക്കൽ, സിസ്റ്റർ റോസീന എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കിൽ സെന്റ് തോമസ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് പരിശുദ്ധ ദേവമാതാവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷമായ 40 രൂപങ്ങളുടെ അവതരണം നടത്തി. മോണിക്ക പുണ്യവതിയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് സെന്റ് തോമസ് മൗണ്ട് പാരിഷ് ഹാളിൽ പരിശുദ്ധ മാതാവിന്റെ 40 രൂപങ്ങളുടെ അവതരണം നടന്നത്. ഇതോടൊപ്പം കണ്ണൂർ രൂപത മധ്യസ്ഥയായ വരപ്രസാദ മാതാവിന്റെ രൂപം ഉൾപ്പെടെയുള്ളവയും അവതരിപ്പിച്ചു. സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ പീറ്റർ കനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇടവക സെക്രട്ടറി സെൽവിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. അവതരണ മത്സരത്തിൽ റാഹേൽ എൽസ 1ാം സ്ഥാനം നേടി. മലപ്പേരൂർ ഇടവകയിൽ മാതൃദിനം ആചരിച്ച് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ മോനിക്ക പുണ്യവതിയുടെ തിരുനാളും മാതൃദിനവും സംയുക്തമായി ആചരിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയെ തുടർന്ന് ഇടവകയിലെ മുതിർന്ന അമ്മമാരെ ആദരിക്കലും രോഗീ സന്ദർശനവും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ക്രിസ്റ്റി ചെരുവിള നേതൃത്വം നൽകിയ ചടങ്ങുകളിൽ ഇടവകയിലെ അമ്മമാരുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന പള്ളിയിലെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ ജൂബിലി കൊടി ഉയർത്തുകയും തുടർന്ന് ജൂബിലി തിരി തെളിയിക്കുകയും ചെയ്തു. വികാരി ഫാദർ ജെയിംസ് മുത്തനാട്ടിന്റെ നേതൃത്വത്തിൽ 18 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ജൂബിലിയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത്. 2025 ഫെബ്രുവരി 22 വൈകുന്നേരം 6:30 സുവർണ ജൂബിലി മഹാസമ്മേളനം നടക്കും. ചടങ്ങിൽ മാർ ജോസ് പുളിക്കൽ ജൂബിലി സ്മാരക ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കും. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ പട്ടിക്കാട് ഏരിയ കൗൺസിലിന്റെ 30ാം വാർഷികവും കണ്ണാറ സെന്റ് ജോസഫ് കോൺഫറൻസ് രജത ജൂബിലി ആഘോഷവും കണ്ണാറ സെന്റ് ജോസഫ് ചർച്ചിൽ നടന്നു. സംഘടനയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരിൽ 25 വർഷം സേവനം ചെയ്തവരും കോൺഫറൻസ് അംഗങ്ങളിൽ 25-50 വർഷം വിവാഹ വാർഷികം പൂർത്തിയാക്കിയവരെയും കോൺഫറൻസ് അംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ് പ്ലസ് 2 ക്ലാസുകളിൽ മുഴുവൻ A+ കിട്ടിയവരെയും ആദരിച്ചു. നല്ല സമരിയാക്കാരനെ പോലെ ഈശോയുടെ സ്നേഹവും കരുതലും ഇനിയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എല്ലാ വിൻസെന്റ് പോൾ അംഗങ്ങളും ഇനിയും പരിശ്രമിക്കണമെന്ന് വിൻസെന്റ് പോൾ സംഘടന ഏരിയ കൗൺസിലിന്റെ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജിജോ വള്ളുച്ചാറ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. തെക്കൻ കേരളത്തിലെ ആരോഗ്യ സേവന രംഗത്ത് പുതിയ അധ്യായം എഴുതി ചേർത്ത് കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള കാരിത്താസ് ആശുപത്രിയും കെയർ മൊബൈലിറ്റിയും ചേർന്ന് തെക്കൻ കേരളത്തിൽ ആദ്യമായി ഡ്രോൺ വഴി മെഡിക്കൽ ഡെലിവറി ആരംഭിച്ചു. കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേവനം ആരംഭിച്ചിരിക്കുന്നത്. കേരള ക്രൈസ്തവ ചരിത്രത്തിലെ പുരാതന ദേവാലയവും പോർട്ടുഗീസ് നാവികർ സന്ദർശനം നടത്തി മിഗായേൽ മാലാഖയുടെ തിരുസ്വരൂപം സമ്മാനിക്കുകയും ചെയ്ത പുതുകുരിശി ദേവാലയം സ്ഥാപിതമായിട്ട് 475 വർഷം. 16ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ദേവാലയം ഇന്നും വിശുദ്ധ മിഗായേലിന്റെ നാമധേയത്തിലുള്ള വലിയ വിശ്വാസ സാക്ഷ്യമായി നിലകൊള്ളുന്നു. സെപ്റ്റംബർ 20 മുതൽ 29 വരെ നടക്കുന്ന തിരുനാൾ ശുശ്രൂഷകൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും
ഇടവക വികാരി ഫാദർ ഇഗ്നാസി രാജശേഖരൻ അറിയിച്ചു. മറ്റം സെന്റ് തോമസ് ഫെറോന പള്ളി വിശ്വാസ പരിശീലന യൂണിറ്റിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് നടത്തുന്ന സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്ത് ഓഗസ്റ്റ് 18 ഞായറാഴ്ച ബൈബിളിലെ ആദ്യ അധ്യായം എഴുതിക്കൊണ്ട് വികാരി റവറൻഡ് ഡോക്ടർ ഷാജി ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വരുന്ന ഞായറാഴ്ചകളിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം ഇടവക പള്ളിയിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന 36 ടേബിളുകളിൽ ഒരേ സമയം സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്ത് നടത്തപ്പെടും. ഇങ്ങനെ എഴുതി പൂർത്തീകരിക്കുന്ന സമ്പൂർണ്ണ ബൈബിളിന്റെ പകർപ്പ് ഒക്ടോബർ 31 പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചുരമില്ല ബദൽ പാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കണമെന്ന് KCYM മാനന്തവാടി രൂപതയുടെ നടവയൽ തരിയോട് കൽപ്പറ്റ മേഖലകളിലെ ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച യൂത്ത് ലിങ്ക് സംഗമത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തരിയോട് മേഖലാ സെക്രട്ടറി കുമാരി അയന പൂവത്തുങ്ങുന്നേൽ പ്രമേയം അവതരിപ്പിച്ചു. KCYM മാനന്തവാടി രൂപത വൈസ് പ്രസിഡന്റ് ബെറ്റി അന്ന ബെന്നി പുതുപ്പറമ്പിൽ, KCYM സംസ്ഥാന സെനറ്റ് അംഗം ടിബിൻ പാറയ്ക്കൽ, KCYM രൂപത ഡയറക്ടർ ഫാദർ സാൻഡോ അമ്പലത്തറ, രൂപത ആനിമേറ്റർ സിസ്റ്റർ ബെൻസി ജോസ് SH നടവയൽ, മേഖലാ പ്രസിഡന്റ് നിഖിൽ ചുടിയാങ്കൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.